ഹലോ, നമ്മളിന്നൊരു ബീഫ് കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാനതിനകത്ത് ഒത്തിരി മസാലാസൊന്നും ആഡ് ചെയ്യാതെ വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം എണ്ണ ചൂടായി അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ സവോളയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് പച്ചമണം മാറിക്കഴിയുമ്പം അതിനകത്തേക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഞാൻ ബീഫ് ആഡ് ചെയ്യുകയാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ബീഫിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ അതിനകത്തേക്ക് പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത് അല്പം ഗരം മസാലയും കുരുമുളക് എരിവിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ബീഫെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് കുരുമുളകും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ചെറു തീയിൽ വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ മൂടി വെച്ച് വേവിച്ചെടുത്തതാണ്. നമ്മുടെ ബീഫ് കറി റെഡി.